സൗദി പ്രവാസികളുടെ മഹോത്സവമായി മീഡിയ വൺ ഹല ജിദ്ദ പുരോഗമിക്കുന്നു. 100ഓളം കലാകാരന്മാരും 100ലേറെ പരിപാടികളുമായി വൈവിധ്യമാർന്ന ദൃശ്യശ്രാവ്യ വിരുന്നാണ് ഹല ജിദ്ദ പ്രവാസികൾക്കായി സമ്മാനിക്കുന്നത്. ജിദ്ദയിലെ റിഹയിലേക്കടുത്ത ദി ട്രാക്കാണ് ഹല ജിദ്ദ കാർണിവലിന്റെ വേദി. സൗദി മന്ത്രാലയത്തിലെ ഉന്നതരും ഇന്ത്യൻ കോൺസുൽ ജനറലും പരിപാടിക്കെത്തി. അഫ്താബ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകും. അഫ്താബ്, പ്രവാസി മലയാളികൾക്ക് എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കാനുള്ളതെല്ലാം ആ കാർണിവലിനകത്ത് ഒരുക്കുമെന്ന് മീഡിയ വൺ നേരത്തെ തന്നെ ഉറപ്പ് കൊടുത്തതാണ്. അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് അവിടെ കാണികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവൽ എന്ന് മീഡിയ വൺ തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ്. അതിനെ പ്രതിഫലിപ്പിക്കുന്ന ജനസഞ്ചയമാണ് ആദ്യ ദിനം തന്നെ ഹല ജിദ്ദയിലേക്ക് എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഹല ജിദ്ദയുടെ വിവിധ പരിപാടികൾക്ക് തുടക്കമായത്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജിദ്ദ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതേസമയം ഇന്ത്യയിലെ മൊത്തം പ്രവാസി സമൂഹത്തിന്റെ പരിച്ഛേദവും കൂടി ഇതിനകത്തുണ്ട്. അതായത് വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒപ്പം തന്നെ മത്സരങ്ങളും അടക്കം ഏറെ നേരം വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന മത്സരങ്ങൾ ഹല ജിദ്ദയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. അതായിരുന്നു ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ നടന്നത്. അതിൽ തന്നെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ട ഇനങ്ങളായ ഫുട്ബോൾ, സോക്കർ, ഷൂട്ടൌട്ട് മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ വടംവലി മത്സരങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഇന്ന് നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മീഡിയ വണ്ണിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡുകളുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് 2 ബാൻഡുകളാണ് അവതരണത്തിനായി എത്തുക. ഒരു തമിഴ് ബാൻഡാണ്, പ്രദീപ് കുമാർ നയിക്കുന്ന തമിഴ് ബാൻഡാണ്. രണ്ടാമത്തേത് മീഡിയ വൺ അവതരിപ്പിച്ച 14ാം രാമിന്റെ ബാൻഡിന് കീഴിലുള്ള 2ാമത്തെ ബാൻഡുമാണ് ഇന്ന് പ്രത്യേക ലൈവ് ഷോ അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷം നാളെയും സമാനമായ രീതിയിൽ തന്നെ ഉച്ച മുതൽ വൈകുന്നേരം വരെ വിവിധ മത്സരങ്ങളും കാർണിവലിനകത്തുണ്ടാകുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമുണ്ട്. വൈകുന്നേരം നാളെയും 2 ബാൻഡുകളുമായിട്ട് ഈ ഷോ മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ തരത്തിൽ ജിദ്ദ സമൂഹത്തെ 2 ദിവസത്തെ ഒരു കാർണിവലിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ഹല ജിദ്ദ. ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത് വ്യത്യസ്തമായ ബാൻഡുകളുടെ ഷോയിലേക്കാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടനം സൗദി പ്രാദേശിക സമയം 9:30 നടക്കുക. അതുവരെ ബാൻഡുകളുടെയും ഒപ്പം തന്നെ പാട്ടുകളുടെയും അവതരണങ്ങളായിരിക്കും ഇനി നടക്കാനിരിക്കുന്നത്. സൗദിയിലെ പ്രവാസി മലയാളികളുടെ ആഘോഷമായി മഹോത്സവമായി മാറുന്ന ഹല ജിദ്ദയ്ക്ക് ജിദ്ദയിൽ തുടക്കമായിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് അഫ്താബ് റഹ്മാൻ.